ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ബെസ്റ്റ് സിമിലായിട്ടുള്ള നമ്മുടെ വയനാടൻ എങ്ങനെ എടുക്കാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി കുറേ പേര് അതിൻ്റെ വീഡിയോ ഇട്ടു, പക്ഷെ നമുക്ക് ഇപ്പോഴാണ് ഒരു ഇത് കിട്ടിയത്. അപ്പോൾ നമുക്ക് നൈസിന് ആ വീഡിയോ കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് വരാം. ഞാൻ ഓൾറെഡി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് കാണിച്ചു തരാം. ആ വണ്ടി 2 ദിവസമായി, പക്ഷേ ഇപ്പോഴാണൊന്ന് കാണിക്കാൻ പറ്റില്ല. ഇത് ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വെച്ചാൽ സുഖമായിരുന്നു, കാരണം കുറേ ടൈം എടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. ഭയങ്കര നെറ്റ് ഷോ ആണ്, കുറേ ടൈം എടുക്കുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് തന്നെ സേവ് ചെയ്യാം. ഞാനെന്ന് വെച്ചാൽ സ്പീഡാക്കാനും മറന്നു, ആ ഭാഗം ആ ഒരു പോർഷൻ സ്പീഡപ്പാക്കാനും നമ്മൾ മറന്നുപോയി. സ്പീഡിലൊക്കെ പോകുന്നുണ്ട്, നെറ്റ് അത്യാവശ്യം സ്ലോ ആണ് ഗൈസ്, അതാണ് കാര്യം. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കാര്യങ്ങളൊന്നും കാര്യമാക്കണ്ട ഗൈസ്. അവിടെ ഞാനത് ഓൾറെഡി ഓടിച്ച കാരണമാണ് ഇതിങ്ങനെ കയറിക്കുന്നത്. നമുക്ക് വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് ഈ വണ്ടിയുടെ ഫുള്ള് കാര്യങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് ഈ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കാം. പുതിയ വണ്ടി ഇങ്ങനെ ഇടിപ്പിക്കാനും തോന്നില്ല, അതുകൊണ്ട് നമുക്ക് പത്ത് സൂക്ഷിച്ച് പോയാൽ മതി ഗൈസ്. വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര സെറ്റാണ്. സ്പീഡ് കാര്യങ്ങളൊക്കെ 60-67 കയറുന്നുണ്ട്, 79-80 റേഞ്ചിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് ഒതുക്കാനാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ വണ്ടി കണ്ടിന്യൂസ് ആയാലും നമുക്ക് ഈസി ആയിട്ട് ഒതുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചുകൂടി കയറ്റിടാം, നന്നായി ഒതുക്കിയിടാം. അത് നമ്മൾ ഒതുക്കി വണ്ടിയോടെ വരുവാണ്. ഞാൻ പറഞ്ഞില്ല, വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ നല്ല പവർ ബ്രേക്കാണ്. വണ്ടി കാണാൻ ഒരു ലക്ഷ്യമില്ല, നല്ല ലുക്കുള്ള വണ്ടിയാണ്. എനിക്ക് കണ്ടതോളം ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേർക്കും കൂട്ടുകാരന്മാർക്കൊക്കെ എടുത്തു കൊടുത്തു വണ്ടി. പിന്നെ വണ്ടിയുടെ ഫസ്റ്റത്തെ സ്വിച്ച് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലത്തെ ബോണറ്റിൻ്റെയാണ്. രണ്ടാമത്തെ താഴെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് ഗ്ലാസ് എല്ലാ വണ്ടിയിലും എല്ലാ മോഡ്സിലും വരുന്ന പോലെ തന്നെ അതിൻ്റെ ഇത്. പിന്നെ മൂന്നാമത്തെ സ്വിച്ച് ഏതാണെന്ന് അറിയാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു ഗൈസ്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ നെയിം ബോർഡിൻ്റെ സ്വിച്ച് ആയിരുന്നു. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു തപ്പി കണ്ടുപിടിക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം പുറത്തൊക്കെയാണ് നോക്കി, പുറത്തത്തെ വല്ല ബോണറ്റിൻ്റെ ഇടുക്കിൻ്റെ അങ്ങനത്തെ വല്ല സ്വിച്ചാന്ന് വെച്ച് ഞാൻ കുറേ അവിടെ തപ്പി. പിന്നെയാണ് മനസ്സിലായത് അത് അതിൻ്റെ ഉള്ളിലത്തെ സ്വിച്ചാണ്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് നമ്മൾ കണ്ട നെയിം ബോർഡിൻ്റെ സ്വിച്ചാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എടുക്കാം, അതായത് നമ്മളിത് യൂട്യൂബിൽ നിന്ന് എങ്ങനെ എടുക്കാം, അതിൻ്റെ മോഡൽ ഇവിടെയൊക്കെ നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം. അത് നമ്മൾ നേരെ യൂട്യൂബിൽ ആ വീഡിയോ ഞാൻ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വണ്ടിയുടെ മോഡിൻ്റെ ലിവറിയുടെയും ലിങ്ക് എടുക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ഫസ്റ്റ് മോഡ് എങ്ങനെ എടുക്കാൻ നോക്കാം ഗൈസ്. അപ്പോൾ അതാണ് മോഡ് വയനാട് മോഡലിംഗ് എന്നൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് നോക്കാം ഗൈസ്. ഫസ്റ്റ് നമ്മൾ ഷെയർ മോഡ്സിലേക്കാണ് വന്നിരിക്കുന്നത്. ഷെയർ മോഡ്സ് വന്ന് എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. ഒരു 5-6 മിനിറ്റൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിലമർത്തി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പേജിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നൈസിന് ബാക്ക് അടിച്ചാൽ മതി. പിന്നെ ഈ ലിങ്ക് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, കാരണം ഞാൻ ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാണ് ഡൗൺലോഡ്. അപ്പോൾ അവിടെ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫയലിലേക്ക് ആ വണ്ടി വരും. അതാണ് ഡൗൺലോഡ് ചെയ്തത്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ലിവറി എടുക്കാൻ നോക്കാം. ലിവറി വ്യത്യസ്തമായ മോഡലാണ്, ഷെയർ മോഡ്സ് എല്ലാം. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോവുക, അവിടെ ലിവറി എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ലിവറി ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി.
അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. കുറച്ചൊന്ന് അടിയെ പോയി കഴിഞ്ഞാൽ 7K ക്വാളിറ്റി, ക്ലിക്ക് ഹിയർ 4K ക്വാളിറ്റി. അപ്പോൾ 7K ആണ് ഞാൻ എടുത്തത്. നിങ്ങൾ 7K എടുത്തിട്ട് ഇവിടെ അടിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ 3 ഡോട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാവും ഡൗൺലോഡ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്പൺ വിത്ത് ഡൗൺലോഡ്, ഓപ്പൺ വിത്ത് താഴെയാണ് ഡൗൺലോഡ് വരും. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ ഗാലറിയിലേക്ക് ഇത് വരും. പിന്നെ ZRC പോയിട്ട് നമ്മുടെ വണ്ടി എക്സ്ട്രാക്ട് ചെയ്യുക. വണ്ടി എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം തപ്പിയെടുത്ത് എക്സ്ട്രാക്ട് ചെയ്യുക, കോപ്പി എന്നിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ അതിവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയണ്ടേ. അപ്പം നമുക്ക് സെറ്റ് ബാക്ക് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സെർച്ച് ചെയ്ത് നോക്കിയ വണ്ടി ഉണ്ട് ഇതിൽ. ഞാൻ ഓൾറെഡി അത് ഇതാക്കിയ വണ്ടി അതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആക്കിയപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഇതിൽ പോയി തപ്പി കണ്ടുപിടിച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്യാം.